പോളിസിൽ പുതിയൊരു അപ്ഡേഷനും കൂടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നത് ഇന്നോവയുടെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോളൊന്നും ഇല്ലാത്ത ടൈപ്പായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളോടുള്ള ആ ഇന്നോവയുടെ സ്റ്റിയറിംഗ് വീല് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് 4 വരുന്ന വണ്ടിക്ക് വരുന്ന സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡുള്ള കാര്യം നമുക്ക് വർക്കിംഗ് അതിൽ ഓപ്ഷൻ ഉണ്ട്, വേണമെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ആക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് AC കൺട്രോൾ വരുന്ന കാര്യങ്ങളുള്ളതാണ് ഈ കാണുന്നത് മൊത്തം. ടെമ്പറേച്ചർ ഓഫ് ഓൺ ഓഫ് പിന്നെ ഓട്ടോ AC ആ ഒരു കൺട്രോളാണ് ഈ വരുന്നത്. പിന്നെ ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്, വോളിയം, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രിവ്യൂ, പിന്നെ മോഡ്, കോൾ അറ്റൻഡിങ്, ഈ കാര്യമാണ് നമുക്ക് മെയിനായിട്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈറൽ കേബിൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലേ. സ്പൈറൽ കേബിൾ എല്ലാം കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്പൈറൽ കേബിൾ ഫിറ്റ് ചെയ്യുന്ന മാത്രം നമ്മൾ ശരിക്കൊരു മൗണ്ടിങ് ആയിട്ട് കിട്ടില്ല, എങ്കിലും നമ്മളത് സെറ്റ് ചെയ്ത് കറക്റ്റായിട്ടും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ABS എയർ ബാഗിൻ്റെ യൂണിറ്റും കൂടെ കയറ്റാം. എയർ ബാഗിൻ്റെ യൂണിറ്റ് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലെവലിലാണ് കാണാം. സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അത് എത്രത്തോളം ഭംഗിയായിരിക്കും എന്നുള്ളത്. ഈ യൂണിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ എയർ ബാഗിൻ്റെ യൂണിറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യാതിരിക്കൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്ലസും മൈനസും കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സംഭവം എയർ ബാഗ് ഓപ്പൺ ആവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓൾട്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഈ ഗ്രൗണ്ടും പ്ലസും ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ്ങിൽ തന്നെ എയർ ബാഗിൻ്റെ യൂണിറ്റ് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആ കപ്ലർ നമ്മൾ ഒഴിവാക്കണം, കൊടുക്കരുത്. നമുക്കത് ഇപ്പോൾ വെച്ചിട്ടും യൂസ് ഒന്നുമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വർക്കിംഗ് അല്ല, നമ്മൾ ചുമ്മാ വെച്ചിരിക്കണമെന്ന് മാത്രം. പക്ഷേ എയർ ബാഗുള്ള ആ ഒരു യൂണിറ്റിന് മാത്രമേ നമുക്ക് ഈ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണമെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഈ എയർ ബാഗിൻ്റെ യൂണിറ്റിൻ്റെ ഇത് മാത്രം, കപ്ലർ മാത്രം കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്താൽ മതി, കറക്റ്റായിരിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആര് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കപ്ലർ കൊടുക്കാതിരിക്കുക. ഇത് കഴിയുമ്പോൾ ഈ ഒരു ലെവലിലേക്കാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. കണ്ടില്ലേ, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. കറക്റ്റ് ഫിറ്റിങ് നൈസാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ഓടിക്കുമ്പോഴോ ഒന്നും സൗണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, പക്കയായിരിക്കും. അതുപോലെ നമുക്കൊരു സ്പോർട്ടി ലുക്ക് കിട്ടും, കറക്റ്റ് ഒരു ഇന്നോവ ഓടിക്കുന്ന ഒരു ഫീല് കിട്ടും. നമുക്ക് ഇപ്പോൾ തന്നെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു പക്ക സ്റ്റാൻഡേർഡ് ലുക്കായി വണ്ടി ഇപ്പം ഈ സ്റ്റിയറിംഗ് വീല് മാറ്റിയതോട് കൂടിയിട്ട്. നേരത്തെ ഇന്നോവയുടെ സ്റ്റിയറിംഗ് തന്നെ ഞാൻ പറഞ്ഞില്ല, അതിൽ കൺട്രോളൊന്നും ഇല്ലാത്തൊരു ബേസ് മോഡൽ വണ്ടിയുടെ സ്റ്റിയറിംഗ് വീലായിരുന്നു ഇന്നോവയുടെ. അത് മാറ്റി നമ്മളിപ്പോൾ ഇതിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ആണെന്നുണ്ടെങ്കിലും എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ്. കണ്ടില്ല, ഇത് ന്യൂട്രലിലേക്ക് പോകും, ഇത് വോളിയം അപ്പ്, ഇത് നെക്സ്റ്റ്, അതുപോലെ തന്നെ ഇത് ബാക്ക്, എല്ലാം കറക്റ്റ് വർക്കിംഗ് ആണ്. ചേഞ്ച് ആകുന്ന കണ്ടില്ലേ, അമർത്തുമ്പോൾ നെക്സ്റ്റ് മോഡ് കാര്യങ്ങളെല്ലാം വരും. അതുപോലെ ഇത് കോൾ അമർത്തി കഴിഞ്ഞാൽ കോളിൻ്റെ ഫയൽ വരും. പിന്നെ ഇത് മോഡ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് മോഡ് ഓരോന്നായിട്ട് അതിൽ മോഡും മാറിക്കൊണ്ടിരിക്കുന്നില്ല. അങ്ങനെയാണ് വരുന്നത്. പക്ക വർക്കിംഗ്. നമ്മുടെ വണ്ടിയിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂൽ ലെഡ് ഓപ്പണർ മറ്റേ ഇലക്ട്രിക്കൽ ടൈപ്പ് ആക്കണം. അതിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതാണ് സ്വിച്ച് വരുന്നത്. അത് നമ്മളൊന്ന് ഇലക്ട്രിക് ടൈപ്പ് ആക്കും. പിന്നെ വേറെ ഒന്നുമില്ല, ബാക്കിയെല്ലാം ഏകദേശം ആയി ഇപ്പോൾ വണ്ടിക്കകത്ത്. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സ്വിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലുണ്ട്. അവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ എന്തെങ്കിലും വോയിസ് കൺട്രോളിൻ്റെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് ലേൺ ചെയ്ത് അതിലേക്ക് കൺട്രോൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആവുകയും ചെയ്യും. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ടൂണിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതുപോലെ സിൽവർ ടൂണ്, ക്രോം ഫിനിഷും അങ്ങനെ ഒരു ടൂണിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ സ്പീക്കർ സിസ്റ്റം ആണെങ്കിൽ ശരി എല്ലാം ബ്ലാക്ക്, വൈറ്റ്, ക്രോം, ആ ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മുടെ വണ്ടി ഫുള്ള് ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്ലസ് വൈബാണ് ഇതിനകത്ത്. വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെ. പിന്നെ ഇതൊക്കെ പാച്ച് ചെയ്താണ് കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതാണ്. അതുപോലെ ചിലപ്പോൾ എയർ ബാഗ് പൊട്ടിയതായിരിക്കും. പൊട്ടിയ യൂണിറ്റിന് അവർ റിപ്പയർ ചെയ്താണ്. അത് പെട്ടെന്ന് കണ്ടാൽ അറിയില്ല, ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു സൈഡ് വഴി നോക്കി അറിയാൻ പറ്റും. ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് സാധനം, ഇവിടെ നിന്ന് പൊന്തിയതാണ്. അപ്പോൾ ഇത് അവർ പാച്ച് ചെയ്ത് കറക്റ്റാക്കി സെറ്റാക്കി അതിലുള്ള എയർ ബാഗ് യൂണിറ്റും അത് വേറെ ഏതെങ്കിലും വണ്ടി എടുത്ത്
സെറ്റാക്കിയിട്ടാണ് അവർ തരുന്നത് തന്നെ. നമുക്ക് സെക്കൻഡ്സ് നമുക്ക് കിട്ടും തന്നെ. എന്നാലും സെക്കൻഡ്സ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ചെയ്ത് വരുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റിച്ചിങ്ങിനൊക്കെ നമ്മൾ പുറമേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2000-2500 രൂപയൊക്കെ മേടിക്കും. അത്രയും ഫിനിഷിങ്ങുള്ള സ്റ്റിച്ചിങ് തന്നെയാണ്. അതും ഇവർ നമുക്ക് തരുമ്പോൾ തന്നെ ചെയ്തിട്ടാണ് തരുന്നത്. സെക്കൻഡ്സ് എടുക്കുമ്പോൾ അത് നമുക്ക് ചെയ്തിട്ടാണ് തരുന്നത്. എന്തായാലും ഇപ്പോൾ കാണാൻ തന്നെ ഒരു ലുക്കായി. അതുപോലെ തന്നെ നമുക്ക് വണ്ടി ഓടിക്കാനും അത്രയും ഒരു നമുക്ക് കംഫർട്ട് ഉണ്ടാവും വണ്ടി. ഇതിപ്പോൾ നമുക്ക് വണ്ടി പണി ചെയ്തിട്ട് ഏകദേശം ഒരു 2 മാസമായി ഇപ്പോൾ ഓരോരോ വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ വണ്ടിയിൽ. അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ടൈം എടുക്കുന്ന വർക്കാണ് എല്ലാ വർക്കിനും. എന്താ വെച്ചാൽ പല സാധനങ്ങളും നമുക്ക് കിട്ടാനില്ല. ഓർഡർ ചെയ്ത് വരുമ്പോൾ തന്നെ സമയമാവും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇതിപ്പോൾ എൻ്റെ വണ്ടി, നമ്മുടെ വണ്ടി തന്നെ നമ്മൾ ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 2.5 മാസത്തോളമായി ഇപ്പോൾ ഞാൻ പുറത്തിറക്കിയിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരോ വർക്കുകൾ ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരുടെ വണ്ടിയും എൻ്റെ വണ്ടി പോലെ തന്നെയാണ് ഞാൻ പണിയുന്നതും. നല്ലോണം സമയം എടുത്തിട്ടാണ് ചെയ്യുന്നത്. സമയം ആകുന്നുണ്ട്. ചില കസ്റ്റമറൊക്കെ പ്രഷറാകുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞില്ല എന്നാണ്. അപ്പോൾ എല്ലാ സാധനവും എത്തിയതിന് ശേഷം നമുക്ക് ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. ചില സാധനങ്ങൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഓർഡർ ചെയ്യുന്നത്. ചിലപ്പോൾ വിട്ടുപോകും. ആ ഓർഡർ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരാഴ്ച നമുക്കത് ഡിലേ ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആരും വണ്ടി കൊണ്ടുവന്ന് തന്ന ആരും ടെൻഷൻ അടിക്കേണ്ട. വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പക്കയായിട്ട് ഇറങ്ങുള്ളൂ, നീറ്റായിട്ട് ഇറങ്ങുള്ളൂ. അതെല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വരാനുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 2-3 മാസം ടൈം ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്ന് കോളേജുകൾ, ഇന്നോവയൊക്കെ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും കൊണ്ടുവന്നോ, ഒരാഴ്ചനുള്ളിൽ പണിയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം. അതുപോലെ മെക്കാനിക്കൽ വർക്കുകൾ കോളേജ് ആണെന്നുണ്ടെങ്കിലും ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചെടുത്തിട്ട് പോവുക. ബാക്കി റീസ്റ്റോറേഷൻ വർക്കിനാണ് വണ്ടി കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 മാസമെങ്കിലും സമയം നിങ്ങളുടെ കണ്ടെത്തിയിട്ട് മാത്രം വണ്ടി കൊണ്ടുവിട്ടാൽ മതി. 3 അല്ല, ചിലപ്പോൾ 3.5-4 ആവാം. അത് ഓരോ വർക്കിനനുസരിച്ചിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബോഡി ലൈനാണ് പക്ക കോളേജിന് വരേണ്ടത്. അതൊക്കെ എടുക്കാൻ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആരും ഹറിബറായി നിൽക്കും വേണ്ട. നോക്കിയിട്ട് ടൈം എടുത്തിട്ട് ടൈം ഉള്ളതുപോലെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.